ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു ക്വസ്റ്റ്യൻ: നിങ്ങൾക്ക് എത്ര പേർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ഉറക്കമില്ലായ്മ, ഓവർ തിങ്കിങ്, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവരായിരിക്കല്ലേ എല്ലാവരും. ഒരു കാര്യം നടന്നാൽ അതിനെ ഓവർ തിങ്ക് ചെയ്തിട്ട് അതിനെ ബിൽഡാക്കുന്ന ഒരാള്, എല്ലാ കാര്യത്തിനും നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരാൾക്കാർ. ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആയിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇതുപോലെ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ട് നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ ഒരു വിലയില്ലാത്ത പോലെ, എന്നെ കൊണ്ടൊന്നും തെറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും സാധിക്കില്ല എന്നൊക്കെ തോന്നലുകളൊക്കെ കൊണ്ട് ഒരുപാട് മൈൻഡ് ഫുൾ, ഒരുപാട് വെറീസായിട്ട് ജീവിക്കുന്നവരാണോ നിങ്ങൾ? എല്ലാവരും മനസ്സിലുണ്ട് നെഗറ്റീവ് തോട്ട്സ്, എന്നാൽ ആരും ഓപ്പൺ ആയിട്ട് പറയില്ല. ടുഡേ ഞാൻ ഇന്ന് ഓപ്പൺ ആയി സംസാരിക്കാൻ പോവാണ്. ഇത് ഞാൻ മാത്രം ഫീൽ ചെയ്യുന്ന കാര്യമല്ല, നിങ്ങൾ എല്ലാവരും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തോ ഞാൻ എന്തായാലും ഇത് സംസാരിക്കാന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് എപ്പിസോഡ് 1, മൈൻഡ് റീസെറ്റ് സീരീസ്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ സീരീസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒന്നായിട്ടൊന്ന് ചേഞ്ച് ആവും. സോ ഇതിലൊരു തിങ് ഉണ്ട്. ദാറ്റ് തിങ് വിൽ ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി. ഞാൻ എനിക്കൊരു റിലേറ്റബിൾ ആയിട്ടൊരു സ്റ്റോറി പറയട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഇതുപോലെ സ്റ്റോറീസ്. എന്തായാലും ഞാനത് പറഞ്ഞേക്കാം. ഞാൻ കോഴ്സ് പഠിച്ച് ഇറങ്ങി, എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ പ്രാക്ടിക്കലി വന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് പതറി, ടെക്നിക്കലി കുറച്ചങ്ങ് പതറിപ്പോവല്ല, കുറച്ചൊരു എന്തൊക്കെയോ ഒരു മൈൻഡ് ശരിയില്ലാത്ത പോലെ, ഞാൻ ചെയ്യുന്നതൊക്കെ എന്തോ പോലെ തോന്നി. മാത്രമല്ല ഇന്റർവ്യൂവിൽ ഒരു എക്സ്പീരിയൻസിന്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ എന്നെ നൈസായിട്ട് അവര് റിജക്ട് ചെയ്തു. അവരതിന് മുഖത്തേക്ക് പറയും ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ്. അതുകൊണ്ട് ഞാൻ തളർന്നു, അല്ലെങ്കിൽ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ഒരു നെഗറ്റീവ് കിട്ടുമ്പോൾ നമ്മൾ എന്താണ്, ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ കേട്ടാ എന്തോ ഒരു പകത്തട്ട, എന്തോ ഒരു പ്രശ്നമാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു മൈൻഡ് സെറ്റിൽ അതങ്ങ് കേറിയിട്ടുണ്ട്. അത് എത്ര പറഞ്ഞാലും അന്ന് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചു. ഓക്കെ, അതിന് മറന്നിട്ടില്ല. എന്റെ മൈൻഡിൽ അതൊരു വലിയൊരു ട്രോമ പോലെ കിടക്കാണ്. പിന്നീട് എന്ത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാണ്, ഞാൻ ഓവറായിട്ട് അതിന് സ്പെൻഡ് ചെയ്യും. അങ്ങനെ എന്തോ ഭാഗത്തിന് സെക്കൻഡ് ഇന്റർവ്യൂവിൽ എനിക്ക് കിട്ടി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജോബ് റിസൈൻ ചെയ്തു, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ആ പഴയ ഒരു ട്രോമ എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടും ഐ ഗോട്ട് കോൺഫിഡൻസ്, എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ്. എന്ന ചോദ്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ ആൻസർ അങ്ങ് വരുന്നില്ല. ഞാൻ ഇപ്പൊ തുടക്കത്തിൽ എന്തൊക്കെയോ പറയുന്നു, അവസാനിപ്പിക്കാൻ അറിയുന്നില്ല. അല്ലെങ്കിൽ ചോദ്യം എന്താണോ അതിലേക്കല്ല ഞാൻ ആൻസർ പറയുന്നത്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടാം. ആ പഴയ ട്രോമ അതൊരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് എന്തിനാണ് നമ്മുടെ പ്രസന്റ് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതെന്ന്. പിന്നെ ഞാൻ അതിനെ തീർച്ചയായിട്ടും ഓവർ തിങ്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കാര്യം ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ഇല്ലാതാക്കാണ്. നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ സന്തോഷങ്ങള്, നമ്മുടെ ഹാപ്പിനെസ് എല്ലാം. എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഈ ജോലിക്ക് എന്നെ വിളിക്കുമെന്നുള്ളത് മാത്രമല്ല, അതിന് ഞാൻ 100 ടൈംസ് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം ആലോചിച്ചിട്ട്. ഡെയിലി ഓരോ ഡേ എഴുന്നേൽക്കുമ്പോഴും എൻ്റെ ദിവസം ആലോചിക്കുന്നതും അല്ലെ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഈ ഒരു കാര്യം ആലോചിച്ചിട്ടാണ്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയട്ടെ. ബ്രെയിൻ എപ്പോഴും നെഗറ്റീവ് തോട്ട്സിനെയാണ് കൂടുതൽ അട്രാക്ഷൻ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നറിയോ? 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമന്റെ സർവൈവലിന് ഈ പറയുന്ന ബ്രെയിൻ്റെ ഈ ഒരു മെത്തേഡ് സക്സസ്ഫുൾ ആയിരുന്നു. കാര്യം ഹ്യൂമൻ വന്നിട്ടൊരു ഡേഞ്ചർ, ഇപ്പൊ ഹ്യൂമൻസ് എല്ലാം ജീവിച്ചിരുന്ന സമയത്ത് ഡേഞ്ചർ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ വരുമ്പോൾ ഹ്യൂമൻ ഇൻ ദ ബ്രെയിൻ എന്താണ് അലേർട്ട് കൊടുക്കുമായിരുന്നു. ബട്ട് നൗ നമ്മൾ കാട്ടിലൊന്നല്ലല്ലോ ജീവിക്കുന്നത്,
പുലിയില്ല, ഡേഞ്ചറിന്റെ കാര്യങ്ങളും ഇല്ല. പക്ഷെ ബ്രെയിൻ സെയിം മോഡിലാണ് ഗൈസ്, ഇപ്പോഴും പഴയ മോഡിൽ തന്നെ. എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ചാല്, ഇതുപോലെ നെഗറ്റീവ് തോട്ട്സ് വന്നാൽ നമ്മളെ കൊണ്ട് കഴിയാത്തതോ നമ്മൾ ബ്രോക്കൺ ആയിട്ടല്ല, ബ്രെയിൻ ജസ്റ്റ് ഡൂയിങ് ഇറ്റ്സ് ഓൾഡ് ജോബ് ഗൈസ്, അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ കണ്ടോക്കേ, പല കാര്യങ്ങളും സോ സിമ്പിൾ ആണ്. നമ്മൾ ഇങ്ങനെ തോട്ട്സ് ആക്കി ഇരിക്കുന്നതിന് പകരം അതിനെ പോസിറ്റീവ് ആക്കാൻ ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. ഒന്നാമത് സെൽഫ് ഡൗട്ട്. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഇങ്ങനെ ഡൗട്ട് ചെയ്യാം, നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല, നമ്മളെ കൊണ്ട് കഴിയില്ല, ഐ ആം നോട്ട് ഗുഡ് എനഫ്, അങ്ങനെ ചിന്തിക്കാം. പിന്നത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഓവർ തിങ്കിങ്. നന്നായി ഓവർ തിങ്ക് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ നെഗറ്റീവ് പ്രോബ്ലം ഉണ്ടാക്കുന്നവരുണ്ട്. മൂന്നാമത്തത് കാറ്റാസ്ട്രോഫൈസിങ് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ കാര്യത്തിനെ വലുതാക്കി ദുരന്താക്കാം, അങ്ങനെ വേണം പറയണമെങ്കിൽ. നിങ്ങൾ ഏതാണ്? കമന്റ് ചെയ്യണേ. കാരണം ഓരോ ഈ ഒരു നെഗറ്റീവിന് നമ്മളിങ്ങനെ റീസൺ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് സൊല്യൂഷനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്മോൾ സ്റ്റെപ്പ്. അതെ, സോ ജസ്റ്റ് വൺ തിങ്, ട്രൈ ചേഞ്ച്. അതെ, നെഗറ്റീവ് തോട്ട്സ് വന്നോട്ടെ, വരുമ്പോ അതിനെ ഇഗ്നോർ ചെയ്യണ്ട, അതിനെ ഫൈറ്റ് ചെയ്യണ്ട. ജസ്റ്റ് പറയൂ, ഇതെന്റെ ബ്രെയിനിന്റെ ഓൾഡ് ഹാബിറ്റ് ആണ്, ഇത് റിയാലിറ്റി അല്ല. ഇതൊരു സ്മോൾ ഷിഫ്റ്റ് ഓവർ ടൈം ഇതൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കും. ട്രസ്റ്റ് മീ, ഇതാണ് മാനിഫെസ്റ്റേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അവയർനെസ്. മൈൻഡ് റീസെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മൈൻഡ് അറിയണം. ദാറ്റ്സ് എപ്പിസോഡ് 1 ഗൈസ്. നെക്സ്റ്റ് എപ്പിസോഡ്, നെക്സ്റ്റ് വീഡിയോ, മാനിഫെസ്റ്റേഷൻ, മിത്ത് ആൻഡ് റിയാലിറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള സീരീസ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഇതുപോലെ മാറാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക, കമന്റിൽ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്കുള്ള നെഗറ്റീവ് തോട്ട്സിന്റെ ടൈപ്സ് എന്താണെന്ന് കമന്റ് ചെയ്യുക. ഇതുമൂലം നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും. ഇതുമൂലം നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. യെസ്, നമ്മളെ കൊണ്ട് സാധിക്കും. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ടേക്ക് കെയർ ഗൈസ്, സ്റ്റേ പോസിറ്റീവ്, think positive. See you next video. Bye. Thank you.